ബംഗ്ലാദേശ് ഇന്ത്യയോടാണ്. ഞാൻ ഫോണിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഐ തിങ്ക് ഐ കുഡ് ഫിക്സ് ഇറ്റ്. എനിവേ, അറിയില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള, അല്ലെങ്കിൽ പിന്നെ വൈഫൈയുടെ പ്രശ്നമാണ്. ഞാൻ ഫോണിന്റെ ഡാറ്റ ഒഴിവാക്കി. ബംഗ്ലാദേശിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനം പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമികക്കാരും സുഡാപ്പികളും ഒക്കെ അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷെയ്ഖ് ഹസീനയുടെ അഴിമതി ഭരണമായിരുന്നു ഇവർ ആരോപിക്കുന്നു. സത്യത്തിൽ അതിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. മനുഷ്യത്വത്തിന്റെ മാലാഖ എന്നാണ് ഷെയ്ഖ് ഹസീനയെ ബംഗാളി ജനത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് അവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ ബദ്ധവേരിയായിട്ടുള്ള ബീഗം കാലിദാസിയ അഴിമതി കുറ്റത്തിന് ജയിലിൽ കിടക്കുകയാണ്. അത്രയധികം ആരോപണങ്ങൾക്കും കേസുകൾക്കും വിധേയമായിട്ട് കിടക്കുക. അപ്പോൾ അവരിപ്പോൾ മഹത്വവൽക്കരിക്കുക. പക്ഷെ അവരെ പുറത്തിറക്കുന്ന കാര്യമൊന്നും ആലോചിക്കുന്നില്ല. സൈന്യം അട്ടിമറിക്ക് ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വിഷയത്തിൽ. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ അഴിമതിക്കെതിരെ ഇപ്പോൾ പ്രതികരിച്ചു വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗിന്റെ ആൾക്കാരെ ആക്രമിക്കുന്നതും അവരുടെ വീടുകൾ ആക്രമിക്കുന്നതും അവരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നതും അവരെ കൊന്നുകളയുന്നതും നമുക്ക് മനസ്സിലാക്കാം. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോകുന്നു. ഇവർ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് എന്തിനാ? 8% വരുന്ന ജനത ഹിന്ദുക്കളാ. ഇവിടെ CAA നടപ്പിലാക്കില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ തൊട്ട് രാഹുൽ ഗാന്ധി തൊട്ട് ഉള്ള സകല വൃത്തികെട്ടവന്മാരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേപോലെ മനുഷ്യനെ ജീവനോടെ തൊലിയുരിക്കുക. പശുവിനെയും പോത്തിനെയും പന്നിയൊക്കെ കാണിക്കുന്ന പോലെ അതിനെങ്ങനെ കീറും, എന്നിട്ട് തൊലി വലിച്ചു കീറും. മനുഷ്യനെ ജീവനോടെ പിടിച്ചിട്ട് ഒരു ഒട്ടിരി കൊല്ലടാ, കഴുത്ത് വെട്ടി കൊല്ല് നിങ്ങൾ, അല്ലെങ്കിൽ തലക്കടിച്ച് കൊല്ല്. എന്തിനാ മനുഷ്യനെ പിടിപ്പിക്കുന്നേ? തൊലി ഉരിക്കുക. കൈയുടെ തൊലി, കാലിന്റെ തൊലി, നെഞ്ചിന്റെ തൊലി, തൊലി ഉരിക്കുക. മനുഷ്യൻ മരിക്കുന്നില്ല. താവളയോട് പോലും കൂടുതൽ കാണിക്കുന്നില്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഫ്രോഗ് വിസ്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം പാറ്റയും തവളയും പല്ലിയെല്ലാം കീറിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ വിട്ടു. നമുക്ക് മാനസികമായിട്ട് വലിയ പ്രയാസം തോന്നുക. നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മുടെയൊക്കെ മുമ്പിൽ സാധാരണ ഗതിയിൽ വീടുകളിൽ നാടൻ കോഴി ഉണ്ടാകുന്ന കാലത്ത് നാടൻ കോഴിയെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യില്ല അത്. കാരണം ഇതിന്റെ കഴുത്ത് മുറിച്ച് വിട്ടുമ്പോൾ ഇത് കിടന്ന് പടഞ്ഞ് ചാടും. ഞാനൊക്കെ പ്രായം കഴിച്ചിട്ട് നാടൻ കോഴിയെ കൊന്നിട്ടില്ലേ. ഞാൻ അതിനെ ഫുള്ള് കട്ട് ചെയ്തിടും. അങ്ങനെയായിരുന്നു ചെയ്യുക. ഗൾഫിൽ നിന്ന് കൊണ്ടിട്ടുള്ള എല്ലാം മൂർച്ചയുള്ള സിസ്റ്റർ കസിനൊക്കെ ഗൾഫിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒറ്റ കട്ടിങ്ങ. കാരണം ഇതിനെ ഇഞ്ചിഞ്ചായിട്ട് ഇതിനെ കൊല്ലുന്നേ. ഈ തൊലി ഉരിച്ച് ഇവര് ഈ വേദന ആസ്വദിച്ച് നിൽക്കുക. ഇത് ഇവിടെ മാത്രമല്ല നടന്നത്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നാളെ പറയാം. ശ്രീലങ്കയിലും ഫ്രാൻസിലും ബാക്കിയുള്ള രാജ്യങ്ങളിലും ഒക്കെ നടന്ന കഥകൾ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മ്യാൻമാറിലും ഒക്കെ നടന്നത്. അത് അടുത്ത വിഷയം. ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്നില്ലേ, അത് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നടക്കുന്ന, ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് പറയേണ്ടുന്ന വിഷയങ്ങളാണ്. ഷെയ്ഖ് ഹസീനയുടെ അഴിമതിക്കെതിരെ ഹിന്ദുക്കളെ കൊല്ലുക, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, ഹിന്ദു സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുക. ഈ ബലാത്സംഗവും കൊള്ളയും കൊലപാതകം അല്ലാതെ വേറെ എന്തെങ്കിലും ഈ ജിഹാദികൾക്കൊരു സാധനം ഉണ്ടോ? നാലാമത്തെ സാധനം ഉണ്ടോ? ബലാത്സംഗം, കൊള്ള, കൊല. നാലാമത്തെ ഐഡിയോളജി അവർക്കില്ല. വേറൊരു ഫിലോസഫി അവർക്കില്ല. വേറൊരു ഇസം അവർക്കില്ല. എത്ര കഷ്ടമാണ്. ഇങ്ങനെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ ലോകത്ത് വേറെ ഒരു ടീമിലും ഇല്ലല്ലോ. എന്തുകൊണ്ട് ഒരു വിഭാഗം മാത്രം ഇങ്ങനെ പോകുന്നു? നമ്മൾ പറയാറുണ്ട് നക്സലുകളെ കുറിച്ച്, മാവോയിസ്റ്റുകൾ തീവ്രവാദികളാണെന്ന് പറയുന്നത്. ഇവരെന്തായാലും ആരെയും കയറിയിട്ട് കൂട്ടബലാത്സംഗം ചെയ്യാൻ പോയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇവര് പുരുഷന്മാരെ കൊന്നിട്ട് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി വെക്കുകയും ചന്തയിൽ വെക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അവരേതെങ്കിലും ആരാധനാലയങ്ങൾ ആക്രമിക്കാൻ പോയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. മാവോയിസ്റ്റുകളൊക്കെ പോയിട്ട് പൂജിക്കണമെന്നേ ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ കാണിക്കുന്ന തോന്നിവാസം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സുന്നി മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്. മുജാഹിദുകൾ ഇത്ര ആക്രമണത്തിനൊന്നും പോകാറില്ല പൊതുവെ. സലഫിസത്തിനോടൊക്കെ മറ്റൊരു തമ്മിലൊക്കെ തർക്കമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് വലിയ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കൊന്നും അവർ പോകാറില്ല. അവരവരുടേതായ വേറെ രീതിയിൽ ഇങ്ങനെ അവരുടേതായ വിശ്വാസം കാര്യങ്ങളായിട്ടാണ് പോകണമെന്നേ ഉള്ളൂ. അതിനുള്ള സംവിധാനങ്ങളൊന്നും അവർ ഏർപ്പെടുത്താറില്ല. ഇത് കാണിക്കുന്ന എന്ത് തോന്നിയ ജമാഅത്ത് ഇസ്ലാമിയാണ് ആ രാജ്യത്തെ നശിപ്പിച്ചു കളഞ്ഞത്.
1947 ഇന്ത്യയും പാകിസ്ഥാനും വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് വരുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിന്നിരുന്നതാണ് ബംഗ്ലാദേശ്. അതിനു മുമ്പ് 1905 കഴ്സൺ പ്രഭു, അന്നത്തെ വൈസ്രോയി ആയിരുന്ന, അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള കഴ്സൺ പ്രഭു എന്തോ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഇതിനെ രണ്ടായിട്ട് വിഭജിച്ചു ബംഗാളിനെ. നമ്മുടെ ഇപ്പോഴത്തെ ബംഗാളും പശ്ചിമ ബംഗാളും പിന്നെ ഉത്തര ബംഗാൾ എന്ന് പറയുന്നത് പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പോവുകയും പിന്നെ സ്വതന്ത്ര രാജ്യമായി ഇപ്പൊ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന ഉത്തര ബംഗാളും. ഇതിനെ വിഭജിച്ചു, ബംഗാൾ വിഭജനം. ബ്രിട്ടീഷുകാർക്ക് അന്നേ ബോധം ഉണ്ടായിരുന്നത് ഒരുമിച്ച് പോകില്ല എന്നുള്ളത്. കാരണം അവന്മാർ ഇവരൊക്കെ ഇറക്കിയിട്ട് കൊല്ലുന്നുള്ളത്, ബലാത്സംഗം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള അവർ മുൻകൂട്ടി ചിന്തിച്ചു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കഴ്സൺ പ്രഭു ചെയ്തത് നല്ല മനുഷ്യത്വപരമായ പ്രവർത്തനമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സോറി, കോൾ വന്നു. ക്ഷമിക്കണം, ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്ന. കഴ്സൺ പ്രഭു അന്ന് ചെയ്തത്, ബ്രിട്ടീഷുകാരൻ ചെയ്തത് മനുഷ്യത്വപരമായ പ്രവർത്തിയായിരുന്നു കരുതുന്ന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ വരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വരുന്ന ബംഗാളികളിൽ ബഹുഭൂരിപക്ഷവും ബംഗ്ലാദേശികളാണ്. മമതാ ബാനർജി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഇവർക്ക് അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി അനധികൃതമായി റേഷൻ കാർഡ് നൽകുക, താമസിക്കാൻ വീട് നൽകുക, ഭൂമി നൽകുക, ഇന്ത്യക്കാരാണെന്നുള്ള രേഖകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, ഹിന്ദുക്കളെയും ബാക്കിയുള്ള അവിടെ പിന്നെ ക്രിസ്ത്യാനികളും ജൈനന്മാരും ബുദ്ധന്മാരൊന്നും അല്ലാതല്ല ബംഗാളില് ഹിന്ദുക്കളെ കൊല്ലുക. ഇതാ പരിപാടി. ഈ തോന്നിയാസത്തിന് മമതാ ബാനർജി കൂട്ടുക, മമതാ ബാനർജിക്ക് ഭരണം ഉറപ്പിച്ചാൽ മതി. ഇനി അനന്തരവൻ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി. ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വേറെ ആരും ജനിച്ചിട്ടില്ല. ഞാൻ കരുതിയിരുന്നത് ഇന്ദിരാഗാന്ധി കുറച്ച് ക്രൂരാന്ന് കരുതിയിരുന്നത്. നമ്മുടെ കക്കയം ഡാമില് കൊന്നുകളഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ ഉൾപ്പെടെ പിന്നെ കൊന്നുകളഞ്ഞതിനകത്തെ ഒന്നാം പ്രതി ഇന്ദിരാഗാന്ധി അല്ലേ? എന്താ സംശയം? ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം പുഴയിലല്ല ഒടുക്കേണ്ടിയിരുന്നത്. ഈശ്വര വാര്യരുടെ വീട്ടിലെ കക്കൂസിലാണ്, ക്ലോസറ്റിലാണ് ഒടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ചിലപ്പോൾ അവർക്ക് മോഷൻ കിട്ടും. അവരുടെ വിസർജ്യത്തിന്റെ കൂടെ ആ പിന്നെ സെപ്റ്റിക് ടാങ്കിനകത്ത് കിടക്കേണ്ട പിന്നെ ചിതാഭസ്മാണ് ഇന്ദിരാഗാന്ധിയുടേത്. അത്രയും വൃത്തികേട് കാണിച്ചൊരു സ്ത്രീയാ. അടിയന്തരാവസ്ഥ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു ഭരണാധികാരി. കോൺഗ്രസുകാർക്ക് പൊള്ളും, ലീഗുകാർക്ക് പൊള്ളും, അതെനിക്ക് വിഷയമല്ല. ലീഗുകാർ നന്മ ചെയ്യുന്നതിനെ ഞാൻ അംഗീകരിക്കാറുണ്ട്, കോൺഗ്രസുകാർ നന്മ ചെയ്യുന്നതിനെ അംഗീകരിക്കുന്നുണ്ട്. പൊതുവെ ഇവിടുത്തെ കമ്മികളെക്കാൾ കൂടുതൽ താല്പര്യം എനിക്ക് അവരോടാണ്. ബിജെപിക്കാർക്ക് പിന്നെ കേരളത്തിൽ വിവരമുള്ളൊരുത്തിനെ ഞാൻ കാണാത്തതുകൊണ്ട് പിന്നെ അവരോട് ഇപ്പോൾ താല്പര്യമില്ലാത്തത്. ദേശീയ തലത്തിലൊക്കെ ചില ആൾക്കാർ താല്പര്യമുണ്ട്. കേരളത്തിൽ ആകെ വിവരമുള്ളത് 10 ഉള്ളൂ. 10 ലക്ഷം അണികൾ ഉണ്ടെങ്കിൽ 10 ഉള്ളൂ വിവരമുള്ളത്. ബാക്കി എല്ലാം പൊട്ടന്മാരാ, ഭൂലോക പൊട്ടന്മാര്, ബാലവർണ്ണമാര്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി കീ ജയ്, ഗോമാതാ കീ ജയ്, ചാണകം കീ ജയ്, ഭാരത് മാതാ കീ ജയ്, ഇവന്റെ അമ്മൂമ്മ കീ ജയ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. വിവരമുള്ളത് എങ്കിലും ഒരുത്തം വേണ്ട ഇതിനകത്ത്. വിവരമുള്ളവരൊന്നും പോകാത്ത അവർക്ക് പറ്റിയ സ്പേസ് ഉണ്ട്. അവരുടെ പൊളിറ്റിക്സിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അവരെ ദേശീയ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് യോജിപ്പുണ്ട്. വേണ്ട, ഞാൻ അതിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഇതിന്റെ വിഷയം ഈ സാധനത്തിനകത്ത് ബംഗ്ലാദേശിനെ കൊളാക്കിക്കൊണ്ടിരിക്കുക, മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക, ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത് കണ്ടാ തോന്നും. ഷെയ്ഖ് ഹസീന, അവരുടെ മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയിലേക്ക് അഭയം തേടി കഴിഞ്ഞ ദിവസം പിന്നെ മിനിഞ്ഞാന്ന് വന്ന്, അല്ല മിനിഞ്ഞാന്നല്ല ഇന്നലെ അവിടെ നിന്ന് പിന്നെ പ്രത്യേക ഹെലികോപ്റ്ററിൽ നേരെ നമ്മുടെ ഗാസിയാബാദിലെ ഹിൻടൺ വ്യോമസ്ഥാന വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഇപ്പൊ എവിടെയാണെന്നുള്ളത് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇന്റലിജൻസ് വൃത്തങ്ങൾ അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അവര് UK പോകാൻ നിൽക്കുകയാണ്. ഇവരെല്ലാം അഭയം പ്രാപിക്കുന്നത് UK ബേനസീർ ഭൂട്ടോ UK, പിന്നെ നവാസ് ഷെരീഫ് UK പോയി, പർവേസ് മുഷാറഫ് UK പോയി. ഇവരും UK പോകാൻ നിൽക്കണേ. അവിടെ ആ UK കടന്നിട്ട് ഈ തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഇപ്പം തിരിച്ചു കിട്ടാൻ പോവുക പിന്നെ ഫ്രാൻസിലുള്ളവര് ജിഹാദികൾക്ക്. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ 1971 ഇവര് സ്വാതന്ത്ര്യം നേടുമ്പം അവരുടെ കഴിവുകൊണ്ടല്ല സ്വാതന്ത്ര്യം നേടിയേ. പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടി സ്വതന്ത്രം രാജ്യം വേണമെന്നുള്ളത് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം അതിൽ ഇൻവോൾവ് ചെയ്തു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി, ഇന്ദിരാഗാന്ധിയുടെ പിന്നെ എന്താ പറയാ രഹസ്യ കാമുകൻ എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ച, ഞാനല്ല മലയാള മനോരമ 2021 വിശേഷിപ്പിച്ച അവരുടെ കിടപ്പുറ പങ്കാളിയായിരുന്ന ഈ പിന്നെ സാം മനേക്ഷ, അന്നത്തെ കരസേന പിന്നെ മേധാവി, സംഗീത സതീഷ്, താങ്കളുടെ ഭാഷ വളരെ തീവ്രമായി പോകുന്നു. കമന്റാണ് ഫേസ്ബുക്കിൽ. വികാരം വിവേകത്തെ പിന്തള്ളുന്നു. എനിവേ, ബിഗ് സല്യൂട്ട്. ഞാൻ പിന്നെ വികാരം വിവേകത്തെ പിന്തള്ളുന്നല്ല, ഇറ്റ്സ് ഫാക്ട്. ഐ എം ടെല്ലിംഗ് യു ദ ട്രൂത്ത്. ഓക്കെ, സംഗീത ക്ഷമിക്കണം. ഓക്കെ, എന്തായിരുന്നാലും
ഈ മനേക്ഷയും അതേപോലെ മലയാളിയായ മത്തായിയായിട്ടും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ബിന്ദ്രംവാലയായിട്ടുള്ള ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറി പിന്നീട് ചെയ്യാം. ഇതൊക്കെ പെൻഡിംഗ് ആയി, ചെയ്യണമെന്നൊക്കെ കരുതും. പക്ഷേ എപ്പോഴും ഇരുന്ന് ചെയ്യാനൊന്നുമില്ല. നമ്മളെ മൂഡ് സിംഗിന്റെ പ്രശ്നമുണ്ട്. ഈ മനേക്ഷയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യമാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഇന്ത്യൻ സൈനികർ ഒരുപാട് പേരുടെ ജീവിതം അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവസാനമായി അന്തിമ വിജയം ഇന്ത്യൻ സൈന്യത്തിനായി. പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തി. 61 ചൈനയോട് നെഹ്റുവിന്റെ ഉദാസീനത മൂലം, അലംഭാവം മൂലം, വായ്നോട്ടം മൂലം പരാജയപ്പെടേണ്ടി വന്നതിന്റെ ആ അവസ്ഥയ്ക്ക് ഒരു പാപ പരിഹാരം എന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമുക്ക് വിജയിക്കാൻ പറ്റി. മനേക്ഷ ഉൾപ്പെടെയുള്ളവരാണ് വിജയം കൈപ്പിടിയിൽ ഒതുക്കിയത്. അങ്ങനെയാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുന്നത്. സ്വാതന്ത്ര്യം നേടി അന്ന് തൊട്ട് നമ്മുടെ സഹോദര രാഷ്ട്രമായിട്ട് നിൽക്കുക. നിങ്ങൾ ആലോചിക്കൂ, ഇന്ന് ഏഷ്യയിലെ ബാക്കി രാജ്യങ്ങളുടെ അവസ്ഥ എന്താ? ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുമ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയെ പോലെ തന്നെ ഒരു മതേതര റിപ്പബ്ലിക്കായിരുന്നു. 2014 വരെ മതേതര റിപ്പബ്ലിക്കായിരുന്ന ബംഗ്ലാദേശിനെ നാശാക്കിയത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വൃത്തികെട്ട തീവ്രവാദ സംഘടനയാണ്. ഇന്ത്യയിലുണ്ടവര് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല പേരിൽ ലോകത്തെല്ലായിടത്തും അവരിങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവിടെ പാലസ്തീനിലൊക്കെ എന്തെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണല്ലോ. എന്താണോ നീയൊന്നും ഹിന്ദു ഐക്യദാർഢ്യ റാലി നടത്താത്ത ഇവിടുത്തെ കമ്മികൾ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്താ? കോൺഗ്രസ്സുകാർ നടത്തിയെന്നല്ലോ. എല്ലാവരും കോഴിക്കോട്ടാണല്ലോ പോയി നടത്തിയത്. എന്ത് ഇത് തിരുവനന്തപുരത്ത് നടത്താത്ത, എന്താ കൊല്ലത്ത് നടത്താത്ത, എന്താ തൃശ്ശൂർ നടത്താത്ത? വിവരം അറിയും. എന്താ ഇടുക്കി നടത്താത്ത, എന്താ എറണാകുളത്ത് നടത്താത്ത, എന്താ കോട്ടയത്ത് നടത്താത്ത, എന്താ പത്തനംതിട്ട നടത്താത്തേ? നാളെ ഇടാ നമുക്കൊക്കെ. കോഴിക്കോട്ടാക്കടി പോയി കണ്ടു നടത്തുക. എന്ത് എല്ലാവരും വോട്ട് ചെയ്യുന്നു? ഒരു പട്ടി വോട്ട് ചെയ്തില്ല. നിന്റെയൊക്കെ കാപട്യം കേരളത്തിലെ മുസ്ലിങ്ങള്, മതേതര ബോധമുള്ള മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കമ്മികൾ ഇങ്ങനെ റാലി നടത്തിയിരുന്നു എല്ലായിടത്തും. അമാവാസൈക്യദാർഢ്യ റാലി നടത്തണോ? ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ഈ പാവങ്ങൾക്ക് വേണ്ടി റാലി നടത്ത്. CAA-ക്കെതിരെ നീയൊക്കെ സമരം നടത്തിയല്ലോ. CAA നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. CAA എന്തിനാ? ഈ ജീവനോടെ തൊലിയുരിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന മനുഷ്യനും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾക്കും സിഖുകാരായിട്ടുള്ള സ്ത്രീകൾക്കും ബാക്കിയുള്ള മതന്യൂനപക്ഷങ്ങൾക്കും എങ്ങനെയെങ്കിലും അവിടെ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ വിസ കൊടുത്തിട്ട് ഇവിടെ അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നവരെ ഇവിടുത്തെ പൗരന്മാരായിട്ട് സ്നേഹത്തോടെ സ്വീകരിക്കുക. കാരണം ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ നിസ്സഹായതയുടെ നേരെ കണ്ടയ്ക്കുന്ന നിന്റെയൊക്കെ കമ്മ്യൂണിസം എന്ത് കമ്മ്യൂണിസ്റ്റാണോ? പ്രാകൃത കമ്മ്യൂണിസ്റ്റാടാ. കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റുമേ? എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ്. നിന്നെക്കാളും വലിയ കമ്മ്യൂണിസ്റ്റാ. കാരണഭൂതനേക്കാളും ഇവന്മാരെക്കാളൊക്കെ എല്ലാം വലിയ കമ്മ്യൂണിസ്റ്റാ ഞാൻ. ഒരു ജീവിയെ കണ്ടപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യനും ഉണ്ടാവും സ്നേഹം. നമ്മൾ കണക്ക് കൊടുത്തുന്നവരേ ഉള്ളൂ. ഇനി അടുത്തത്, ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് നേപ്പാള് ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2014 സ്വയം ഭരണഘടനാ ഭേദഗതിയിലൂടെ ബാഹ്യ പ്രേരണകളില്ലാതെ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളില്ലാതെ, ഇന്റേണൽ ആയിട്ടുള്ള ത്രെട്ടുകളില്ലാതെ, ആഭ്യന്തരമായിട്ടും അവിടുത്തെ മുസ്ലിം ജനത പോലും അതിന് സമരം നടത്തിയിട്ടൊന്നുമില്ല. സമരം നടത്തിയ ഒരു വിവരം അറിയും. അങ്ങനെയുള്ള രാജ്യം രാജാധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അത് കഴിഞ്ഞിട്ടും സ്വയം സെക്യുലർ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അതേസമയം ഇന്ത്യയുടെ സഹായത്തോടെ സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ് മതേതര രാഷ്ട്രമായിരുന്നെങ്കിൽ അതേ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നാ പിന്നെ അവിടെ നിന്നാ പോരെ? ഇവന്മാരെന്താ വിസ നേടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് UK ഇവിടെയൊക്കെ പോയിട്ട് കലകുണ്ടാക്കുന്നത്? എടോ, ഇത് നല്ല സുഖമുള്ള രാജ്യമല്ലേ? ശരിയത്ത് നിയമങ്ങളല്ലേ ഉള്ളേ? അവിടെ നിന്നാ പോരെ? അതൊക്കെ നാളെ വിസ്താരം കൂടെ കൂടുതൽ പറയാം. ആലോചിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ ഭാസ്കറിന്റെ ഒരു ചോദ്യം ഫേസ്ബുക്കിൽ, പിന്നെ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി 20 സീറ്റും കോൺഗ്രസിന് ലഭിച്ചത്? ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ ആകെ ഒരു അബദ്ധം അടിയന്തരാവസ്ഥയായിരുന്നു. ആകെ ഒരു അബദ്ധം. എന്ത് ബുദ്ധി ഇല്ലായിരുന്നു അവർക്ക്? പൊട്ടത്തനം കാട്ടിയ എന്നാ പൊന്ന് കൊങ്ങി ചേട്ടാ, പറയുമ്പോൾ ഒരു മര്യാദ വർത്തനം പറ. അവർക്ക് എന്താ ഒന്ന് മാനസിക നില തെറ്റിയിരുന്നോ? അതോ ആ സമയത്ത് കുറച്ചു ദിവസം ഈ മേജർ ജനറൽ സാമനേക്ഷയും അല്ലെങ്കിൽ മത്തായിയും ഈ ബിന്ദ്രന്മാരെയും ഒന്നും രാത്രിയിൽ ആവശ്യത്തിന് ഉള്ള സമയത്ത് ചെല്ലാത്തതുകൊണ്ടുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അതിനുമായിട്ടുള്ള ഭാഗമായിട്ടുള്ള സൈക്കിക് ഡിസോർഡറിലേക്ക് അവർ പോയിരുന്നു. നിങ്ങളാ പറയണ്ടേ? ആ സൈക്കിക് ഡിസോർഡറിൽ ഭ്രാന്തമായ ഒരവസ്ഥയിൽ
ആ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത പിന്നെ എന്താ പറയാ നിരാശാജനകമായ അവസ്ഥയിൽ മാനസിക വിഭ്രാന്തിയിലേക്ക് പോയി അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചു. എന്നാൽ എനിക്ക് ഈ സുഖങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യൻ സുഖം അനുഭവിക്കേണ്ട, അതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് പറ. അതിന് മാനസിക രോഗ വിദഗ്ധൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ട് നിങ്ങളോട് കാണിക്കണം. വെറുതെ ചൊറിയരുത്. പൊങ്ങിയാലും കമ്മിയായാലും സംഖ്യയായാലും ഏതവനായാലും സുഡാപ്പികളാണെങ്കിൽ ഒട്ടും വെറുതെ വിടില്ല, കമ്മിയായാലും വെറുതെ വിടില്ല. കോൺഗ്രസ്സുകാരോടും BJP-ക്കാരുടെ സംഖ്യകളോട് കുറച്ച് മയം കാണിക്കും. ഞാൻ കോട്ടയം നേരിടും, പാവങ്ങളല്ലേ നേരിടും, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ നേരിടും. മറ്റന്മാരെ അതിബുദ്ധി കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാ 76 വയസ്സുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക്. അവരുടെ പിതാവായിരുന്നു മുജീബുർ റഹ്മാൻ. അദ്ദേഹമാണ് ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന്റെ സ്വാതന്ത്ര്യ സമര നായകനായിട്ടും പിന്നെ അതിന്റെ അവരുടെ നമ്മൾ ഗാന്ധിജിക്ക് കൊടുക്കുന്ന അതേ പദവിയാണ് അവര് രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്ത് കാണുന്നതാണ് മുജീബുർ റഹ്മാന്റെ. അയാളെ പ്രതിമ വരെ ഇന്നലെ തല്ലിക്കെടുത്തി കളഞ്ഞു. ശ്രീലങ്കയിലെ പ്രസിഡന്റ് വീട്ടിലേക്ക് പോയാൽ വരെ ഇരച്ചു കയറി ഇവരെ പെരേക്കിന് കയറിയിട്ട് ആകെ മീൻ പിടിക്കുക, കോടിനെ പിടിക്കുക, പിന്നെ വെച്ചുണ്ടാക്കി തിന്നുകയൊക്കെ ചെയ്തു. പക്ഷെ ശ്രീലങ്കയിലെ ആൾക്കാർ അവിടെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ അവരുടെ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പ്രസിഡന്റിന്റെ. പക്ഷെ ഇവരെ പരിപാടി എന്താ അറിയോ? നമ്മളെ സുഡാപ്പികളുടെ അതേ മാനസികാവസ്ഥയാ. ഇവിടെ പണ്ട് പിന്നെ അപ്രഖ്യാപിത ഹർത്താൽ നടത്തിയപ്പോൾ കടകളെല്ലാം കയറി മോഷ്ടിച്ച മാതിരി പ്രസിഡന്റ് വീട്ടിലുള്ള സാധനം എല്ലാം കട്ടു പോവുക, വഴി കാണുന്നതെല്ലാം കൊള്ളടിച്ചു പോവുക. ഇതന്നെ ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ അഴിമതി ഭരണത്തിനെതിരെ നീ എന്തിനാ ഹിന്ദുക്കളെ വെക്കിട്ട് കയറണേ? അതാ ചോദ്യം. എന്തിനാ അമ്പലം കൊള്ളയടിക്കണേ? ഷെയ്ഖ് ഹസീന ഹിന്ദു മതം വിശ്വാസിയായിരുന്നു അല്ലല്ലോ, മുജീബുർ റഹ്മാന്റെ മകളാണ്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം വേറെയാ. നിങ്ങൾക്ക് ലൈംഗികമായ പിന്നെ അരാജകത്വം ഉണ്ടാവണം, സെക്ഷൽ ആർട്ടിസ്റ്റുകളാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. 1. 2, ഈ ഹിന്ദുക്കളെ ക്ഷേത്രം കൊള്ളയടിക്കുക, അവരെ വീടുകൾ കൊള്ളയടിക്കുക, അവരെ ആളുകളെ പിന്നെ കൊല്ലുക, അതിന് ചോര കാണുമ്പോൾ സുഖം. എന്നിട്ട് കള്ളാഹു അക്ബർ എന്ന് പറയും. മുസ്ലിം സമൂഹം ഇത്തരം തീവ്രവാദികളെ ഒറ്റപ്പെടുത്തണം. അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി ആത്മീയമായി ഉച്ചരിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ, ബലോ തക്ബീർ ഉപയോഗിക്കാൻ, അസ്സലാമു അലൈക്കും എന്ന വാക്ക് ഉപയോഗിക്കാൻ, അലൈക്കും അസ്സലാം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ, ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് അർഹതയില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനെങ്കിലും ഉണ്ടാവണം, മതപണ്ഡിതന്മാർക്കുണ്ടാവണം. തള്ളിപ്പറയണം. ബംഗ്ലാദേശിൽ കാണിക്കുന്ന വൃത്തികേടാണെന്ന് പച്ചയ്ക്ക് പറയാൻ ധൈര്യമുള്ള എത്ര മുസ്ലിം പണ്ഡിതന്മാരെന്ന് കേരളത്തിലുണ്ടെന്ന് ഞാൻ ചോദിക്കുക. പുട്ടിന് തേങ്ങട്ടമാരി ഇടക്കിടക്ക് ഇങ്ങനെ കളവണ പറയുമല്ലോ, യൂട്യൂബിലും വീഡിയോ ഇടുമല്ലോ. ഇത് പറയണോ? ബംഗ്ലാദേശിൽ ചെയ്യുന്ന ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണെന്ന് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് പറയാൻ ധൈര്യമുള്ള ഒറ്റ വാപ്പാക്ക് പറഞ്ഞ എത്ര മൊയ്ലിയാമാരുണ്ട്, എത്ര മതപണ്ഡിതരുണ്ട്, ഏത് വിഭാഗത്തിലാവട്ടെ. മനുഷ്യനെ ജീവനോടെ തൊലിയുരിക്കുന്നവര്, സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നവര്, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നവര്, അത് നശിപ്പിക്കുന്നവര്. തള്ളിപ്പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ അറ്റ് റോങ്. പിന്നെ നീയൊക്കെ പരമനാറിയിരുന്നേ പറയുള്ളൂടാ. അതിനപ്പുറത്തേക്ക് വേറെ വാക്കൊന്നും എനിക്ക് ഉപയോഗിക്കാനില്ല. നിങ്ങൾ ലോകത്തുള്ള പിന്നെ ഉഗാണ്ടയിൽ ഈച്ച പിന്നെ നമ്മളെ പ്രേക്ഷക സുഹൃത്തുക്കള് പിന്നെ അവിടെ ഇസ്രായേലിയ 10,200 പേരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ബന്ദികളാക്കി വെക്കുകയും കൊല്ലുകയും ചെയ്തിട്ട് എന്നിട്ട് ഹമാസിന് വേണ്ടിയിട്ട് ഹമാസിന്റെ മറ്റേ ഇവിടെ ക്യാമ്പിൽ ബോംബിട്ടപ്പോൾ അവിടെ 7 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു. ഇവിടെ ജീവനോടെ തൊഴിലിച്ചു. മിണ്ടില്ലടാ, എന്തേ മിണ്ടാത്ത ചെന്ന്? എന്താ എന്റെ തൊള്ളയിലൊക്കെ എന്താപ്പോ ഐസ ഇതൊക്കെ പറയുന്നേ? ചിലക്കാൻ വരരുത് വല്ലാതെ. നമ്മളൊന്ന് ജാതി മതം നോക്കിയിട്ടല്ല പറയാ. ആനക്കൊക്കെ എന്താ ഈ നോട്ടം? മലയാളികളായിട്ടുള്ള ആൾക്കാരുടെ ഞാൻ പറയണം, മലയാളികളായിട്ടുള്ള കേട്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പിന്നെ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ സഹോദരന്മാരുണ്ടെന്നുള്ള അറിയാം. നിങ്ങൾ പ്രതികരിക്കണം. ചെയ്തത് തെറ്റാണെന്ന് പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലസ്തീനെ കുറിച്ച് പറയാനോ നിങ്ങൾക്ക് ലോകത്തെ വേറെ എവിടത്തെ ഒരു കാര്യത്തെക്കുറിച്ചും പറയാനോ യോഗ്യതയില്ല. ഉത്തരേന്ത്യയെ കുറിച്ച് പറയാനോ ഒരു യോഗ്യതയില്ല. യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ബൈജു മുഹമ്മദ് അലി. വോയിസ് ക്ലിയർ അല്ല. ഇത്രയും വോയിസ് ഉണ്ടാവുള്ളൂ സുഹൃത്തെ. ചെറിയ സെറ്റപ്പിൽ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത് വലിയ ടെക്നോളജി ഇതൊന്നുമില്ല. ഇവർ 96-ലാണ് ആദ്യമായിട്ട് മുജീബുർ റഹ്മാനെ പിന്നെ ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് സൈന്യത്തിന്റെ ഭരണം വരുന്നു. ഈ സൈനിക ഭരണം ഞാൻ പറട്ടെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നതിൽ ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, മ്യാൻമറിന്റെ ഭാഗങ്ങളുണ്ട്, ശ്രീലങ്കയുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. എന്നാൽ അതിനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പിന്നെ വേറെ രീതിയിൽ ഈ ദക്ഷിണേഷ്യ എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പം അഫ്ഗാനിസ്ഥാൻ വരെയുണ്ട്.
ബംഗ്ലാദേശിന്റെ ഒക്കെ ഉണ്ട്. ഇതിൽ ഈ രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളായിട്ട് അറിയപ്പെടുന്ന 3 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ബംഗ്ലാദേശ്. ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളും മാറി മതേതര റിപ്പബ്ലിക്കായിട്ട് മാറി. ഭൂട്ടാനില് മറ്റൊരു സംവിധാനമാണ്. എനിക്കറിയില്ല അവിടുത്തെ റിലീജിയസ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അങ്ങനെ റിലീജിയസ് കൺട്രി അല്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ ആർക്കും വിനോദസഞ്ചാരികൾ ഇഷ്ടം പോലെ പോകുന്നു. ഇന്ത്യയിൽ നിന്നുള്ളത് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കാണ്. മ്യാൻമാറിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മളെ മണിപ്പൂരിനോടും അരുണാചൽ പ്രദേശിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന മ്യാൻമാറിലും ഈ ഗോത്രവർഗ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ റോഹിംഗ്യൻ മുസ്ലിംസുമായിട്ടുള്ള ക്ലാഷ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ അധികം ചൂസ് ചെയ്യുന്നില്ല. മറ്റുള്ളടത്ത് ശ്രീലങ്കയിലും ഇവിടെയൊക്കെ പോകുന്ന പോലെ തന്നെ ഈ ബംഗ്ലാദേശിലേക്ക്, നേപ്പാളിൽ പോകുന്ന പോലെയാണ് ബംഗ്ലാദേശിലേക്ക് നമുക്ക് പാസ്പോർട്ട് കൊടുത്താൽ പോകായിരുന്നു. അതാണ് ദുരുപയോഗപ്പെടുത്തിയിട്ട് മമതാ ബാനർജി ഈ നാടിനെ കൊളാക്കാൻ നോക്കിയത്. അങ്ങനെ ചെയ്ത് നശിപ്പിച്ചതാ. ഇവിടെ നേപ്പാളിൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ശ്രീലങ്കക്കാർക്ക് ഇടക്കാലത്ത് ചൈനയോട് വല്ലാത്ത പ്രണയം തോന്നി. ചൈനക്കാർ കൊണ്ടുപോയിട്ട് എന്താ പറയാ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി വരാറില്ല. അതേമാതിരി ചൈനക്കാർ കൊണ്ടുപോയിട്ട് ശ്രീലങ്കനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ശരിയാക്കി വിട്ടു. അവരെ ആമ്പട്ട തുറമുഖവും മറ്റേതും എല്ലാം വ്യോമസേന താവളവും എല്ലാം ഇവരെ കയ്യിലാക്കുന്ന അവസ്ഥ വിഴുങ്ങി. ഇവരെ സാമ്പത്തിക നില തകർന്നുപോയി. 2-3 കിലോമീറ്റർ ഗ്യാസ് ഊറ്റി ഇട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുക. 1/2 ലിറ്റർ പെട്രോൾ ഇട്ടാൻ വേണ്ടി, 1/2 ലിറ്ററിനുള്ള പൈസ അവരെ എടുത്തുള്ളൂ. 1 ലിറ്റർ പെട്രോൾ തേച്ചടിക്കാനുള്ള പൈസ ഇല്ല. 1/2 ലിറ്റർ പെട്രോൾ ഇട്ടാൻ വേണ്ടി 5 കിലോമീറ്റർ ദൂരത്തിൽ ക്യൂ നിൽക്കുക. തകർന്നു. അവസാനം ഇവർ ഇന്ത്യയുടെ അടുത്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. മാലദ്വീപ് ഉപ്പ വന്ന മാതിരി. മുഹമ്മദ് മൈസു ആദ്യം ചൈനയുടെ വൈത്താല പോയി. മുഹമ്മദ് മൈസു ഇപ്പൊ അവസാനം ദയവേത് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മുമ്പിൽ വന്നില്ലേ. അവരെ ഏറ്റവും വലിയ റവന്യൂ കിട്ടുന്ന മേഖല വിനോദസഞ്ചാര മേഖലയാ. ഏതാണ് എന്താണ് ഒരു അസ്കർ എന്ന് പറഞ്ഞെടുത്ത്, അവൻ ഫേമസ് ആവാൻ വേണ്ടി അസ്കർ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. നോളെ സുഡാപ്പിയ. ഇപ്പൊ കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇപ്പം നമ്മൾ അവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം വീഡിയോ കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. എടാ നിന്റെ സുഡാപ്പിയെ നീ എന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിന്റെ ഈ അബൂബക്കർ എന്ന് പറയുന്ന പരമനാറി തീഹാർ ജയിലിൽ കിടക്കുക. ഈ പോയാന്ന് പറയുന്ന അതിലേറെ വൃത്തികെട്ട നരാധമനായ മൃഗങ്ങളേക്കാൾ ഭേദ അവൻ അവിടെ കിടക്കുക. നിന്റെ റൌഫ് എന്ന് പറഞ്ഞത് കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ നിന്നതാ. മനുഷ്യരെ കൊല്ലുന്നതിൽ മാത്രം താല്പര്യം ഉണ്ടായിരുന്ന റൌഫ് അവിടെ കിടക്കുക. നിന്റെ ഷാൻ എന്ന് പറയുന്ന ഈ കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ, നാട്ടുകാർ വെട്ടിക്കൊന്നവനെ, അത് മനസ്സിലാക്കാത്ത നീ കേട്ടാ. ഫസലിന്റെ കേസ് വേറെ, കണ്ണൂരത്തെ, അതിലെനിക്ക് ഞാൻ ഫസലിന്റെ ഒപ്പം നിൽക്കണേ. ഫസലിനെ കൊന്നത് വേറെ, അതിനെ ഞാൻ അങ്ങനെ പറയുന്നില്ല. പത്രമിടാൻ രാവിലെ പോയേക്കണേ. ചൊറിയാൻ വരണ്ട, എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൊള്ളില്ല. പിന്നെ എന്റെ പേര് വല്ലാതെ എനിക്ക് വല്ലാതെ ഫേമസ് ആക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. എന്റെ ചെലവിൽ അങ്ങനെ ഫേമസ് ആവണ്ട. എനിക്ക് സ്വന്തമായിട്ട് 10 ഫോളോവേഴ്സും കൂടിയില്ല. പിന്നെ എന്റെ അടുത്ത് വന്ന് ചൊറിയാൻ നിൽക്കണേ. ഇവരെന്താ വെച്ചാൽ ഇവര് മീശ ഒടിച്ചിട്ട് ഇവിടെ താടി വെച്ചിങ്ങനെ നമ്മളെ സാധാരണ ഇതില് താടി ഒടിച്ച് മീശ വെക്കും. ഇവരെന്ന് വെച്ചാൽ സിംബോളിക്കായിട്ടാ തീവ്രവാദികളുടെ മറ്റേ സാധനങ്ങളാണ്. തബ്ലീഗുകാരെ വെറുതെ വിട്ടേക്കിട്ടോ. അവരെന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ പോകുന്നേ ഉള്ളൂ. ഇവരെ പോലുള്ള ഈ ഐഡന്റിറ്റി വേറെ രീതിയില്ല. ഈ കഞ്ചാവ്, ഈ നാർക്കോട്ടിക് പരിപാടികളുള്ളവർ ചിലപ്പോൾ കാലുമൽ ഒരു സാധനം ഇടും, അല്ലെങ്കിൽ ഒരു കൈമലൊരു വളയിടും. അങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ അവർ തമ്മിൽ പരിചയപ്പെടാനാ ഇവൻ അതിനു വേണ്ടി ഇട്ടേക്കുക. എന്റെ നേതാക്കന്മാരടുത്തും പോകണ്ട. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കെന്ന് വെച്ചാൽ ശ്രൈണഭാവമുള്ളതുകൊണ്ട് വേറെ എന്തെങ്കിലും തോന്നിപ്പോർക്ക്. കാരണം ഓല അതിലാണല്ലോ വിദഗ്ധന്മാര്. അതുകൊണ്ട് കേട്ടാ അസ്കറായ. ശരി എന്നാ ആവട്ടെ, ഓനയ്ക്ക് വെറുതെ വിളി. ഈ പ്രധാനമന്ത്രിയുടെ വസതി ആക്രമിച്ചു, എല്ലാം കൊള്ളയടിച്ച് പോയി. ഈ ഹിന്ദുക്കളെയും ശരിയാക്കി. അപ്പൊ ഇവരുടെ പ്രൊട്ടസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഇത് തുടങ്ങിയത് 1971 ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധം, അതായത് ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശിന്റെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പിന്മുറക്കാർക്ക് അവിടെ 30% സംവരണം ഉണ്ടായിരുന്നു. ഈ 30% സംവരണം കിട്ടുന്നത് ഇടക്കാൽ ഷെയ്ഖ് ഹസീന എടുത്തു കളഞ്ഞു. പുരോഗമനപരമായിട്ടുള്ള തീരുമാനമല്ലേ ഇത്? ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള യുദ്ധത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ മിലിറ്ററിയുടെ 1000കണക്കിന് പട്ടാളക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, നിരക്സാക്ഷികളായിട്ടുണ്ട്. അവരുടെ മക്കൾക്കും കുട്ടികൾക്കും ഇവിടെ സംവരണമില്ല. ഇവരവിടെ സംവരണം കുറച്ചു കാലത്തേക്ക് കൊടുത്താൽ മനസ്സിലാക്കാം. 3ാം തലമുറയാ, 3rd ജനറേഷനാ, ഇപ്പോഴും സംവരണം വേണം. അപ്പോൾ ഷെയ്ഖ് ഹസീന എടുത്തു കളഞ്ഞു.
പക്ഷെ അവിടെയും നമ്മുടെ നാട്ടിലത്തെ പിന്നെ ജയരാജന്റെ പക്ഷേ പറഞ്ഞ നമ്മുടെ നാട്ടിലത്തെ പോലെ ചുംബന്മാരായ ജഡ്ജിമാർ അവിടെയുണ്ട്, സ്വയം പ്രകാശിക്കുന്ന ജഡ്ജിമാർ അവിടെയുണ്ട്. അവരെന്ത് കിട്ടി, ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിച്ചു 30% കൊടുക്കണമെന്ന്. അതായത് മൊത്തം എല്ലാം കൂടി കണക്കൂട്ടി കഴിഞ്ഞാൽ പിന്നെ പല വകയിലായിട്ട് 56% സംവരണമാണ്. മെറിറ്റിൽ പിന്നെ 44% ഉള്ളൂ. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. കുഞ്ഞു രാജ്യ, ചെറിയ ജനസംഖ്യയുള്ളൂ, അവർക്ക് സർക്കാർ ജോലി കിട്ടൂല. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. സുപ്രീം കോടതി വീണ്ടും അത് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സമരം നിർത്തട്ടെ, വേണ്ട. അപ്പം എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു ഇവരുടെ മോട്ടിവേഷൻ. ജമാഅത്ത് ഇസ്ലാമി 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ കൊന്നു, കവിത എഴുതി, കഥ എഴുതി, പാട്ടുപാടി, സിനിമ കാണാൻ പോയി, പാർക്കിലിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൺകുട്ടികളും യുവതികളെയും യുവാക്കളെയും ക്രൂരമായി കൊന്നു കളഞ്ഞു ജമാഅത്ത് ഇസ്ലാമി. ഇന്ത്യ ജമാഅത്ത് ഇസ്ലാമി അടങ്ങിക്കണവർക്ക് സമയാവാത്തോണ്ട് അവർക്ക് സമയം കിട്ടി പറ്റിയ ചാൻസ് കിട്ടിയാൽ പോലും ഇവിടെ കൊല്ലാൻ തുടങ്ങും. ഒരു വെച്ചാൽ സുഡാപ്പികളെ കൊണ്ട് കൊല്ലിപ്പിക്കണമെന്നുള്ള ഈ പറഞ്ഞ വിവരമില്ലാത്ത മീശ അടിച്ച് പിന്നെ ഈ ഓന്റെ നേതാക്കന്മാരെ പിന്നെ ആകർഷിക്കാൻ വേണ്ടി നടന്നിട്ട് ലിഫ്റ്റ് കിട്ട ഫോട്ടോ വരെ കണ്ടു. എനിക്ക് അതൊക്കെ പിന്നെ കാണുമ്പോഴേക്ക് ചിരി വരുന്നത്. ഞാൻ അങ്ങനെ കുറച്ചെണ്ണത്തിന് കണ്ടുള്ളൂ. ബിഗ് ബോസിലുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ സീക്രട്ട് ഏജന്റോ എന്തോ ഒരുത്തൻ. ഇവന്മാരൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് വരും. സാധാരണ സ്ത്രീകളുടെ ലിപ്സ്റ്റിക് ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് അതൊക്കെ അവനോട് ഇഷ്ടം. ലിപ്സ്റ്റിക് ഇടുക, പൗഡർ ഇടുക, ഒക്കെ ഇടാതിരിക്കുകയും എന്റെ മാതിരി ഇങ്ങനെ തോന്നിയ പോലെ പിന്നെ കുളിക്കലും നനയ്ക്കലും കൃത്യമായിട്ട് നടക്കാറുണ്ട്. ദിവസം ഇന്ന് തന്നെ 4 പ്രാവശ്യം കുളിച്ചു. ഇനിയിപ്പോൾ രാത്രി കിടക്കാതെ കുളിക്കും, അത് കൃത്യമായിട്ട് നടക്കും. പിന്നെ ഈ എന്താ പറയാ, ആഫ്റ്റർ ഷേവ് ലോഷനോട് ഭയങ്കര ക്രേസായിരിക്കും. ഞാൻ പിന്നെ ഈ മുടി വെട്ടിയാൽ മുട്ടയടിച്ചാൽ തലയിലും കൂടി ദിവസം 2 പ്രാവശ്യമൊക്കെ തേക്കും. ഭയങ്കര എരിവുണ്ട്, അതിന് ഒരു നീറ്റലുണ്ട്, അത് ഇഷ്ടമാണ്. പേസ്റ്റും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പോട്ടെ, എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ല. അപ്പൊ ഇവനൊക്കെ എന്താ വെച്ചാൽ ഇവന്റെ ഈ സംഘടനയുടെ നേതാക്കന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാർക്കെല്ലാം ചാതുകൂട്ടുകളാണല്ലോ, അതിൽ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പോകണമെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും പോട്ടെ. ഈ 96 ഇവരെ അധികാരത്തിൽ വരുന്നു. 2007 ഇവരെ സൈനിക അട്ടിമറി നടക്കുമ്പോൾ ഇവരെ അഴിമതി കുറ്റത്തിന് ജയിലിലാക്കണം. എന്നാൽ പിന്നീട് അതിന് ശേഷം 2008-ലും 2014-ലും 2019-ലും തുടർച്ചയായിട്ട് ഇവർ വിജയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല, ഏകപക്ഷീയമായിട്ടുള്ള വിജയമായിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് സാമ്പത്തികമായി മെച്ചത്തിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയുമായിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേപ്പാളിൽ പോകുന്ന പോലെയാ, പാസ്പോർട്ട് കാണിച്ചാൽ മതി. അല്ല, പാസ്പോർട്ട് വേണ്ട, ആധാർ കാർഡ് കാണിച്ചാൽ മതി, അങ്ങോട്ട് പോവാ. പാസ്പോർട്ട് പോലും ആവശ്യമില്ല, വിസ ആവശ്യമില്ല, ഒന്നുമില്ല. നേപ്പാളിലും അങ്ങനെയാ, വെറുതെ കൊണ്ട് കാണിച്ചാൽ മതി. നേപ്പാളിന്റെയും ഇന്ത്യയുടെയും ബോർഡറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചവരുണ്ട്. ബംഗ്ലാദേശിന്റെയും ബംഗാളിന്റെയും ബോർഡറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചവരുണ്ട്. ബന്ധുക്കാരപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരുന്ന, ഒട്ടും സെക്യൂരിറ്റി സംവിധാനങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് പാലിക്കാതിരുന്ന, BSFന്റെ ഒന്നും അല്ലാതെ ഉപയോഗിക്കാതിരുന്ന ഒരു ബോർഡർ കംപ്ലീറ്റ്ലി ക്ലോസ് ആകുക എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം സഫർ എന്ന മെസ്സേജ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു എന്നുള്ള. നമുക്ക് ഓലത്തൊന്നും കിട്ടാല്ല, ഓൽക്കാൻ നമ്മളൊന്നും വേണ്ടത്. അത് മാത്രമല്ല, ഈ കോട്ടൺ പിന്നെ പ്രൊഡക്ട്സിന്റെ ഇപ്പൊ നമ്മളെ ബനിയൻ ക്ലോത്ത്സ് ഉൾപ്പെടെയുള്ളത് ഞാൻ പറഞ്ഞു, പിന്നെ എന്റെ ചാനലിൽ ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പം അതിന്റെ ഏറ്റവും വലിയ ഹെഡ് ക്വാർട്ടേഴ്സ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളത് നമ്മുടെ തിരുപ്പൂരാണ്. നമ്മളെ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ വാൻ ഹുസൈൻ, ലൂയിസ് ഫിലിപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും പോകുന്നത് നമ്മൾ കരുതുന്ന അവിടെ നിന്നിട്ട് വന്നതാണ്. അല്ല, അത് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഇന്ത്യയിലാണ് ഉണ്ടാക്കണേ. ഇപ്പൊ കിഡ്സ് വെയറിന്റെ ഏറ്റവും വലിയ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് പിന്നെ സാബു എം ജേക്കബിന്റെ കിറ്റക്സ്. ഇപ്പൊ എന്റെ സുഹൃത്ത് പിന്നെ ഷാജുവിന്റെ പോപ്പീസും വളർന്നു വരുന്നുണ്ട്. പിന്നെ സാബു എം ജേക്കബിന്റെ അടുത്ത് നിർത്താൻ അവനായിട്ടില്ല, അത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ മമ്പാട് MBS കോളേജ് ചെയർമാനൊക്കെ ആയിരുന്നു, ഞാൻ കേസിന്റെ ചെയർമാനായിരുന്നു. ഞാൻ മഞ്ചേരി കോളേജ് എസ് ചെയർമാനാകുന്ന സമയത്ത്. അപ്പം ഷാജുവിന്റെ കമ്പനി വളർന്നിട്ട് പോപ്പീസിന് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, നല്ല ഫാക്ടറി ഉണ്ട്, ഒക്കെ ഉണ്ട്. ജപ്പാന്റെ ജൂക്കി മെഷീനാണ് ഇവരെല്ലാം യൂസ് ചെയ്യുക. ഞാൻ അവന്റെ ഫാക്ടറിയിൽ പോയിട്ടില്ല. അപ്പൊ ഇത് ഈ കയറ്റുമതി രംഗത്ത് ലോകത്ത് 1ാം നമ്പറായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് തിരുപ്പൂര്, ഏഷ്യയിൽ തന്നെ. ലോകത്ത് മൊത്തത്തിൽ നോട്ട് ഷുവർ ലോകത്താണെന്ന് തോന്നുന്നു. ബനിയൻ ക്ലോത്ത്സ്, അണ്ടർ ഗാർമെന്റ്സ് ബാക്കിയുള്ളത്, അതേപോലെ തന്നെ ഇതേപോലെ ബ്രാൻഡഡ് സാധനങ്ങൾ ഇവിടുന്ന് തുന്നി കൊണ്ടുപോകുന്ന സാധനത്തിനകത്ത് ഈ സ്റ്റോക്ക് ലോട്ട് എന്ന് പറയും. ഇപ്പൊ അവര് 1 ലക്ഷം ഷർട്ടിന് അല്ലെങ്കിൽ പിന്നെ 10,000 ഷർട്ട് സ്മാൾ സൈസ്, 10,000 ഷർട്ട് പിന്നെ മീഡിയം സൈസ്, 10,000 ഷർട്ട് ലാർജില്, 10,000 ഷർട്ട് പിന്നെ എക്സ്ട്രാ ലാർജില്, 10,000 ഷർട്ട് ഡബിൾ XL എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ ഇവർ 11,000 വെച്ചുണ്ടാക്കും. കാരണം സ്റ്റിച്ചിങ്ങിന്റെ പാറ്റേണിലൊക്കെ ചെറിയ ഒരു പിന്നെ എന്താ പറയുക 0.00 പിന്നെ 1 mm വ്യത്യാസം വന്നാൽ പോലും സ്റ്റോക്ക് ലോട്ടാണ്. അത് ക്വാളിറ്റി ഇല്ല, QC തള്ളിക്കളയും.
അതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. നമ്പർ 1 ക്വാളിറ്റി അങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഏറ്റവും മികച്ച കൊഞ്ച്, ഏറ്റവും മികച്ച പ്രോൺ, ചെമ്മീൻ, ഫസ്റ്റ് ക്വാളിറ്റി നേരെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇവിടുന്ന്. നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ഫോർത്ത് ക്വാളിറ്റി ഒക്കെ കിട്ടണേ. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഈ മറൈൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഇപ്പൊ ബേബി മറൈൻസ് നമ്മളെ മോഹൻലാലിനും കൂടി ഷെയർ ഉള്ളതാ. അവിടെയൊക്കെ ചോദിച്ചാൽ മതി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഓൾറാനിയന്റെ ആണ് കോഴിക്കോട്. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ മേഖല, ഈ വസ്ത്ര വ്യാപാര മേഖലയിൽ ബംഗ്ലാദേശും നല്ലൊരു പിന്നെ റവന്യൂ ഉണ്ടാക്കിയിരുന്നവര്. അവരുടെ വിദേശ നാണ്യ വിനിമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അവർക്ക് കിട്ടിയിരുന്നത് ഈ പിന്നെ തുണിമില്ലുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രമായി ബന്ധപ്പെട്ട മേഖലയിലായിരുന്നു. തകർന്നു, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഫാക്ടറികൾ ഇവരെ കത്തിരിച്ച് കളയുന്നുണ്ട്. ഹിന്ദുക്കളെ ഫാക്ടറി മുഴുവൻ ഇവർ കത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവരുടെ വീടുകൾ പിന്നെ തകർത്തുകൊണ്ടിരിക്കുക. അവരുടെ ഭാര്യമാരെ ബലാത്സംഗത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിക് രാഷ്ട്രം പണിയാണ്. തള്ളിപ്പറയണം. കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ തള്ളിപ്പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഒക്കെ തീവ്രവാദികളാ. അല്ലാതെ പിന്നെ ഹമാസ് അവിടെ കയറി ആക്രമിച്ചപ്പോൾ തിരിച്ചാക്രമിച്ചപ്പോൾ രണ്ടുപേരും ഇവിടെ ചത്തു എന്ന് പറഞ്ഞിട്ട് മാത്രം പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും പറയണം. നീയൊക്കെ ഇതും പറയണം. താലിബാനിൽ അനുഭവിക്കുന്ന പിന്നെ ഇപ്പോഴുള്ള പ്രശ്നം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നേപ്പാളിൽ കുഴപ്പമില്ല, ഭൂട്ടാനിൽ കുഴപ്പമില്ല, മ്യാൻമാറിൽ അവർക്കറിയാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അവിടെ കിടന്ന് കളിക്കുന്നവരെല്ലാം അവർക്ക് മര്യാദയ്ക്ക് നിലക്ക് നിർത്താൻ അറിയാം. അവർ ചെയ്യുന്നുണ്ട്. ശ്രീലങ്ക ഒരു റെയിൽവേ സ്റ്റേഷന്റെ വഴിയിലാണ്, തിരിച്ചറിവിന്റെ വഴിയിലാണ് ഇന്ത്യയോട് കൊണ്ട് ചോദിച്ചു. മാലദ്വീപും കുറച്ച് മര്യാദയ്ക്കായി ഇപ്പം. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് സ്കൂളിൽ പോകാൻ പറ്റില്ല. 4 വയസ്സുള്ള കുട്ടി പിന്നെ യാത്ര പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഇനിയിപ്പോൾ എവിടെയും മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടി നമ്മളൊക്കെ ആണെങ്കിൽ 5 വയസ്സോ 6 വയസ്സ് 7 വയസ്സ് 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണെങ്കിലും റോഡ് സൈഡിൽ തന്നെ നമ്മൾ വേണമെങ്കിൽ നമ്മൾ നടക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ മൂത്രമൊഴിപ്പിക്കും. അത് കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ടോയ്ലറ്റൊക്കെ വേണ്ടത്. ഇപ്പൊ പിന്നെ അത് പിന്നെ കുറച്ചൊക്കെ മാറ്റം വന്നു. കാരണം കുട്ടികളൊക്കെ പെട്ടെന്ന് ഈ പിന്നെ പീരിയഡ്സ് ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ശാരീരിക വളർച്ചയിൽ നമ്മുടെ ഭക്ഷണ പിന്നെ രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഇതത് പറ്റില്ല. 4 വയസ്സുള്ള കുട്ടി റോഡ് സൈഡിൽ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ ഒന്ന് മൂത്രമൊഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ വെടിവെച്ചില്ല. ഷൂട്ട് അറ്റ് സൈറ്റ്. ഏത് ക്രിമിനലാണേ, തീവ്രവാദിയാണേ, ഏത് 4 വയസ്സുള്ള കുട്ടിയെ. കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഇവര് പിന്നെ മുഖം കാണിക്കാൻ പാടില്ല. പക്ഷെ ഇവർക്ക് സ്ത്രീകളുടെ സ്ട്രക്ചറൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീവ്രവാദികളെ എവിടെ നിന്നും ഓരോ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തുവിടാൻ പിന്നെ അവർക്ക് അങ്ങോട്ട് എൻട്രി കിട്ടിയിട്ടില്ല, പെർമിഷൻ ഇല്ല. ഒരു ഇന്റർനാഷണൽ ഏജൻസികൾക്ക് ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല, റോയിറ്റേഴ്സിൽ പോകാൻ പറ്റുന്നില്ല, പിന്നെ ഐക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ഭയങ്കര സ്വാതന്ത്ര്യ. ഏതാ നാടെന്ന് ആലോചിക്കണം. കാബൂൾ സർവകലാശാല നിന്നിരുന്ന മണ്ണാണ് അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും മോഡേണായിട്ട് വസ്ത്രം ധരിച്ച് ഏറ്റവും നന്നായിട്ട് സംഗീതത്തിന്റെയും ഇതിന്റെ എല്ലാം കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പായ വിരിക്കുക, ഇവർ പറയുമ്പോൾ കിടക്കുക, പ്രസവിക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, വീണ്ടും പ്രസവിക്കുക. ഇതന്നെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറികളായിട്ട് മാത്രം സ്ത്രീകളെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി പാകിസ്ഥാൻ. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയതാ. ഒരൊറ്റ ജനാധിപത്യ സർക്കാരും പിന്നെ അവരുടെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. ആദ്യം വന്ന ആളെ തന്നെ കൊന്നു. ബേനസർ ഭൂട്ടാന്റെ പൂട്ടനെ കൊന്നു. ബേനസർ ഭൂട്ടനെയും പിന്നെ കൊന്നു. ബേനസർ ഭൂട്ടന്റെ പാപ്പാനെ കൊന്ന സിയാഉൾ ഹക്കിനെ ആകാശത്ത് വെച്ച് മറ്റോട് തീർത്തു. സൈനിക അട്ടിമറി എത്ര പ്രാവശ്യം ഉണ്ടായി? മുഷറഫ് അട്ടിമറിയിലൂടെ വന്ന് ജയിലിൽ കിടക്കാത്ത ഏതെങ്കിലും മുൻ പ്രധാനമന്ത്രിമാരുണ്ടോ? നമ്മളെ ഏതെങ്കിലും പ്രധാനമന്ത്രി ജയിലിൽ കിടന്നിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റു, ചരൺ സിംഗ് അല്ലേ, ആയോ? ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി, എ.ബി. വാജ്പേയി, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, വി.പി. സിംഗ്, ഐ.കെ. ഗുജ്റാൾ, ചന്ദ്രശേഖർ, എച്ച്.ഡി. ദേവഗൌഡ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നരസിംഹറാവു, മൻമോഹൻ സിംഗ്, ഇപ്പോഴുള്ള നരേന്ദ്രമോദി. എതിർ പാർട്ടി അധികാരത്തിൽ വരുമ്പം ഇതേമാതിരി കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കൊണ്ടിട്ട് ജയിലിലിട്ടിട്ടുണ്ടോ? പറ. അപ്പൊ മതേതര രാജ്യമാണോ ഇന്ത്യയാണോ ഈ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള ഈ രാജ്യങ്ങളാണോ നല്ലത്? എന്തുകൊണ്ട് ഇവരെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല? അടുത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. UAE-യിലും
ഖത്തറിലും ബഹ്റൈനിലും സൗദി അറേബ്യയിലും ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളും ബംഗ്ലാദേശികൾക്ക് പുതുതായി വിസ നൽകുന്നില്ല. കാലങ്ങളായി അവിടെ നിൽക്കുന്നവർക്ക് വീണ്ടും റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതന്നെ പലതും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനികൾക്ക് പുതുതായിട്ട് വിസ കൊടുക്കുന്നില്ല. ഖത്തറിൽ 100% കൊടുക്കുന്നില്ല. ഇന്ത്യക്കാർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലെ പട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതും പുതിയ വിസകൾ വളരെ അവര് അത്ര ഫിൽട്ടർ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അവർക്ക് അവിടെ സമാധാനത്തോടെ കടന്നുറങ്ങണം. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ രോഹിംഗ്യ മുസ്ലിങ്ങളൊക്കെ കടലിൽ കൂടി ഇങ്ങനെ അഭയം തേടി നടന്നപ്പോ അഭയം കൊടുത്ത രാജ്യങ്ങളെ വരെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് മാറ്റം വരണം. എന്നിട്ട് ഇപ്പൊ ഇവിടെ അവാമി ലീഗിന്റെ അഴിമതി ഷെയ്ഖ് ഹസീനയുടെ ഇതെന്ന് പറയരുത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ രൂപമെടുത്തതിന് ശേഷം അവിടുത്തെ മുസ്ലിങ്ങളായ യുവാക്കളെയും യുവതികളെയും മോഡേൺ ഡ്രസ് ഇട്ട് അവരെ കൊല്ലുക, കഥ എഴുതിയാൽ അതിന്റെ പേരിൽ കൊല്ലുക, കവിത എഴുതിയാൽ അതിന്റെ പേരിൽ കൊല്ലുക, പാട്ട് പാടിയാൽ അതിന് കൊല്ലുക, അഭിനയിച്ചാൽ അതിന് കൊല്ലുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് അതിന് കൊല്ലുക. ഇതായിരുന്നു പരിപാടി. ജമാഅത്ത് ഇസ്ലാമി പറയുന്ന സാധനങ്ങൾ കരുതണമായിട്ടുള്ള സംഭവമൊന്നുമല്ല. അത് ഈ ലോകത്തിന്റെ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്തായിരുന്നാലും റസാക്കർ വിളി അതൊക്കെ പലരും കൈകാര്യം ചെയ്താണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഇപ്പോൾ ഒരുപാട് സമയമായി. പറയാനുള്ള പോയിന്റുകളിൽ പകുതിയേറെയും ബാക്കി കിടക്കുകയാണ്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. റസാക്കർ തല തീവ്രവാദി എന്നുള്ളതാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ്, 52 വർഷമായി ഈ യുദ്ധം കഴിഞ്ഞിട്ട്. 71 തുടങ്ങി 72 ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അവസാനിച്ചു. 52 വർഷമായി 2024 ആകുമ്പോൾ. ഇതിൽ പങ്കെടുത്ത ഇന്ത്യയിലെ പട്ടാൾക്കാർക്ക് അവരുടെ മക്കൾക്കൊന്നും സംഭരണം ഇല്ലാന്നേ. ഇവരാണ് ജയിപ്പിച്ചത്. മറ്റവരുടെ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളാ പോയിട്ട് ജയിപ്പിച്ചത്. നമ്മുടെ കരസേനയും നമ്മുടെ വ്യോമസേനയാണ് ജയിപ്പിച്ചത്. നേവിക്ക് പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. നേവിയുമായിട്ട് ഒരു ലിങ്ക് ചെയ്യാവുന്ന പ്രദേശങ്ങളെ ഇല്ലല്ലോ അവിടെ. നമ്മളെ അതിന്റെ ടെറയിൽ അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ ആ ഭൂമിശാസ്ത്ര ഘടനയ്ക്കകത്ത് കരസേനയെ ഉപയോഗിച്ചുകൊണ്ടും വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ടും എല്ലാ രീതിയിലും ഇടപെട്ടു. അത് ഇടപെട്ടിട്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് അവിടെ ഉള്ളവർക്ക് 3 തലമുറ കഴിഞ്ഞപ്പോൾ സംവരണം വേണം. അതിന്റെ വിവരമില്ലാത്ത ചുമ്മാ പറഞ്ഞു. ഷെയ്ഖ് ഹസീന എന്ത് ചെയ്തു? അതിന് എന്തായില്ലേ? കോടതി വിധി ഉണ്ടായി കഴിഞ്ഞാൽ നടപ്പിലാക്കണ്ടേ? വേണ്ട. ഷെയ്ഖ് ഹസീന എന്നിട്ടും നിയമ പോരാട്ടം നടത്തി. ഇവിടുന്ന് ഞാൻ ഷെയ്ഖ് ഹസീനയുടെ ഫാനൊന്നുമല്ല കേട്ടോ. ഇവിടുന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി സമരം നിർത്തണ്ടേ? ഓക്കെ. ഷെയ്ഖ് ഹസീന പോയെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ പ്രസ്ഥാനത്തിനോടും ഷെയ്ഖ് ഹസീനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവരെ കൂടെ നിന്ന് ആൾക്കാരെ ആക്രമിക്കാൻ തീരുമാനിക്കണ്ടേ? അവാമി ലീഗുകാരെ ആക്രമിച്ചതും മനസ്സിലാക്കാം. പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ വരെ വീട് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞു കണ്ടു. അപ്പൊ ഈ അമ്പലമായിട്ട് ഇതിനെന്താണ് ഷെയ്ഖ് ഹസീനക്ക് ബന്ധം? പറയടനാറികളെ തീവ്രവാദികളായിട്ടുള്ള കുറെ എണ്ണത്തിൽ കേട്ടിരിക്കുന്നുണ്ടല്ലോ. പറ, അമ്പലമായിട്ട് ഇതിനെന്താ ബന്ധം? കിട്ടിയ ചാൻസിൽ അമ്പലം കൊള്ളയടിക്കുക, ഹിന്ദുക്കളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അവരെ പുരുഷന്മാരെ തൊലി ഉരിക്കുക ജീവനോടെ, എന്നിട്ട് കത്തിച്ചു കളയുക, അവരെ 10-12 വയസ്സുള്ള പെൺകുട്ടികളെ വരെ മാറി മാറി ബലാത്സംഗം ചെയ്യുക. എന്നിട്ട് ആ മനുഷ്യർക്ക് ഇന്ത്യയുടെ കവാടങ്ങൾ തുറന്നിട്ട് CAA നിയമം നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ സമരം നടത്തുന്നത് ഏത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ഞാൻ പറയാം. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട്. നെഹ്റു കുടുംബത്തിനകത്ത് വന്നതിനകത്ത് രാഹുൽ ഗാന്ധി മാത്രമാണ് ആ ഫിറോസ് ഗണ്ഡിയുടെ ആ ബീജഗുണം കാണിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയും. പാഴ്സിയായ ഫിറോസ് ഗണ്ഡിയുടെ ബീജഗുണം കാണിച്ചിട്ടുള്ള കുറച്ചെങ്കിലും. കാരണം എന്ന് വെച്ചാൽ ഒരിത്തിരി നന്മ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗണ്ഡിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. രാജീവ് ഗണ്ഡിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇന്ദിരാ ഗണ്ഡിയിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ ഒരു ഗണ്ഡികളിലും ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ ഗണ്ഡിയിൽ ഇത്തിരി നന്മയുണ്ട്. ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ. അതിനെ കോൺഗ്രസ്സുകാരെല്ലാം കൂടി കൊളാക്കായിരുന്നാൽ മതി. ഈ തലയണ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ട് കൂടെ കിടക്കുന്ന KC വല്ലാതെ ഈ ഉപദേശം കൊടുക്കാതിരുന്നാൽ മതി. അവന്റെ ഉള്ളിലൊക്കെ കിടത്തോണ്ട് ഒഴിവാക്കിയാൽ മതി. എന്നാൽ തന്നെ രാഹുൽ ഗാന്ധി രക്ഷപ്പെടും. അപ്പൊ ഞാൻ പറയാം, അതിനെ ന്യായീകരിച്ചും അതിനു വേണ്ടി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെതിരെ ദുരാരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അല്ല ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും പറയും. തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരെ ആരെയാണ് ലോകത്ത് ആര് ചെയ്താലും അത് ഉത്തര കൊറിയയിലെ കിം ചെയ്താൽ മാത്രം അത് ക്രിമിനൽ കുറ്റമാവുകയും റഷ്യയിലെ പുടിൻ ചെയ്താലും അത് മോശമാകുകയും, അതേസമയം ഞമ്മന്നൂല് ബംഗ്ലാദേശിൽ കാട്ടിക്കഴിഞ്ഞാൽ അത് മഹത്തായ ദിവ്യകർമ്മമായി മാറുകയും ചെയ്യുന്ന ആ മാസ്മരിക വിദ്യയോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഞാൻ നാളെ ദിവസം നോക്കും, നാളെ ശ്രദ്ധിക്കും. കാരണം ഇതിലൊക്കെ വർത്താനം പറഞ്ഞ പ്രസ്താവന ഇറക്കിയ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക സമുദായ സംഘടനകൾ, അതിന്റെ വിവിധ മുൻ വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുള്ള അവരുടെ പണ്ഡിതന്മാർ, അവരെന്താണ് പറയാൻ നോക്കും. ഇവന്മാരൊന്നും ചലച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചലയ്ക്കാൻ തുടങ്ങും. ഉറപ്പാ. എന്തു വന്നാലും എന്ത് കുന്തണ്ടായാലും ഞാൻ പറയും. ഇതൊരു വാശിയാണ്. കാരണം ഈ സെലക്റ്റീവായിട്ടുള്ള പ്രതികരണം അതെനിക്ക് പറ്റില്ല.
ഞാനിവിടെ ഓർത്തഡോക്സുകാർ യാക്കോബക്കാരൊക്കെ തോന്നിയ ദിവസം കാണിച്ചപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടെന്നേ. പള്ളി നോർത്താക്കിയ പോട്ടെ എന്ന് പറയും. അവർക്ക് നഷ്ടം, എനിക്കെന്താ? ഒരാളെ ഇത് പോയി, അത്രേ ഉള്ളൂ. എനിക്കും തോന്നുന്നതാ ചത്താൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുടിച്ചിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ എവിടെയെങ്കിലും പിന്നെ ഇതേമാതിരി വല്ല മലയിടിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പിന്നെ വണ്ടി അടിച്ചിട്ട് തിരിച്ചറിയാൻ പറ്റാത്താണെന്നുണ്ടെങ്കിൽ കൊണ്ടേ കൂട്ടത്തോടെ എവിടെയും കൊണ്ടേ കുടിച്ചിട്ടല്ലേ ഉള്ളൂ. പട്ടിയും പൂച്ചയും കുടിച്ചിരുന്ന മാതിരി. ഇത്രയും ഉള്ളൂ ജീവിതം. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതല്ലേ. അതിൻ്റെ ഇടയിൽ പള്ളിയുടെ സെമിത്തേരിയിൽ തന്നെ പോയി കിടക്കണം. മാർബിൾ ഇട്ട കല്ലറ വേണം. എന്ത് മാർബിള്? ഇവിടെ ചത്ത് കഴിഞ്ഞാൽ ശവശരീര അതിന്റെ പേരിൽ പിന്നെ മാർബിൾ ഇട്ട് ഇന്ന ആളെ സാധനമാണ് പറഞ്ഞ മാതിരിയോ അല്ലെങ്കിൽ ലെനിനെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മാതിരിയോ. കാരണം മുതൽ മുൻകൂട്ടി വേണമെങ്കിൽ പിന്നെ വലിയ മ്യൂസിയം ഇപ്പോൾ ഉണ്ടാക്കി വെക്കും. ഞാൻ ചത്ത അവിടെ കൊണ്ടുപോയി വെക്കണമെന്നുണ്ട്. കാരണം ഞാൻ ഈ ചത്ത് കഴിഞ്ഞാൽ ഇയാൾ അധികാരബന്ധം പോവില്ല. സിംഹാസനത്തിൽ എന്നെ ഇരുത്തണം എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഈ ക്രൈസ്തവ സഭകൾക്കകത്ത് എന്റെ സഭയ്ക്കകത്ത് വരെ ബിഷപ്പുമാര് ചത്ത് കഴിഞ്ഞാൽ ഇവന്മാരെ കസേരയിൽ എടുത്തി കൊണ്ടുപോകും. എന്തിന്? ബാക്കിയുള്ളവരെ ഈ പെട്ടിക്കകത്തല്ലേ വെക്കണേ? ഇവന്മാരെന്തിനാ കസേര എടുത്തി കൊണ്ടുപോകണേ? ഇവരാരാ കസേരയിൽ എടുത്തി കൊണ്ടുപോവുക? രാജാവാണെങ്കിൽ നാട് നീങ്ങി, ബിഷപ്പുമാരാണെങ്കിൽ കാലം ചെയ്തു, ആനയാണെങ്കിൽ ചെരിഞ്ഞു, പട്ടിയാണെങ്കിൽ ചത്തു. ആന ചെരിഞ്ഞു, പട്ടി ചത്തു, രാജാവ് നാട് നീങ്ങി, ബിഷപ്പ് കാലം ചെയ്തു. എത്തോട്ട് വർത്താനാ? ഞാൻ നിങ്ങളാണെങ്കിൽ ചത്തു അല്ലെങ്കിൽ മരിച്ചു, അന്തരിച്ചു. ഇതന്നെ ഡിസ്ക്രിമിനേഷൻ ആണത്. ഇതിനകത്തൊരു ക്ലാസ് ഉണ്ട്, ഇതിനകത്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒരു വർഗീകരണം, വർഗ സ്വഭാവം അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്ത് തേങ്ങയാ? ഓക്കെ, ശരിയെന്നാ. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ പ്രതികരണമാണ് എനിക്കറിയാം. റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ പ്രതികരണം അറിയണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വലിയ പിന്നെ മൗദൂദി ചാനലിനകത്തെ മുക്കാൽ വണ്ണിനകത്തുള്ള ചർച്ച എനിക്ക് കാണണം. ദാവൂദ് എന്ന് പറഞ്ഞ തീവ്രവാദി എന്തൊക്കെ പറയണം എന്നുള്ളതൊക്കെ നാളെ നോക്കണം. നോക്കിയിട്ട് ബാക്കി വിഷയത്തിൽ നന്നായിട്ട് പ്രതികരിക്കും. ഇവന്മാരും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സുഡാപ്പികൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയണം. ഇതിലുള്ള പ്രതികരണം എന്താണെന്ന് അറിയണം. ഇവര് പിന്നെ ഓക്കെ വേണ്ട, ഒരുപാട് നേരം അയക്കണം. ഇപ്പൊ സമയം എത്രയായി എനിക്കറിയില്ല. എനിക്ക് എത്ര സമയമായി തുടങ്ങിയിട്ടുള്ളത് കാണാൻ പറ്റില്ല. അതിനൊരു പ്രശ്നമുണ്ട്.